Hi students, welcome to Botany online class. In the previous class, we had discussed about the economic importance of algae. Today we are going to learn about the divisions of algae. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽഗകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ലാസ്റ്റിൽ ആൽഗകളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ ആൽഗകളുടെ ഡിവിഷൻസ്. ആൽഗെ ആർ ഡിവൈഡഡ് ഇൻറ്റു 3 മെയിൻ ക്ലാസ്സസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് അതാണ് നമ്മൾ പറഞ്ഞിട്ട് പോയത്. ആൽഗകളെ 3 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. The algae are divided into 3 main classes: Chlorophyceae or green algae, Phaeophyceae or brown algae, and Rhodophyceae or red algae. അപ്പോൾ ഏതൊക്കെയാണ് ഡിവിഷൻസ്? ക്ലോറോഫൈസിയെ ഓർ ഗ്രീൻ ആൽഗെ, ഫിയോഫൈസിയെ ഓർ ബ്രൗൺ ആൽഗെ, റോഡോഫൈസിയെ ഓർ റെഡ് ആൽഗെ. ഇനി ഇവ ഓരോന്നിനെക്കുറിച്ചും പഠിക്കണം. ഫസ്റ്റ് ക്ലാസ് ഈസ് ക്ലോറോഫൈസിയെ. ദേ ആർ കോമൺലി കാൾഡ് ഗ്രീൻ ആൽഗെ. ക്ലോറോഫൈസിയെ സാധാരണ അറിയപ്പെടുന്നത് ഗ്രീൻ ആൽഗെ എന്നാണ്. The plant body may be unicellular, colonial or filamentous. Unicellular, colonial or filamentous. In unicellular example, Chlamydomonas chlorella. Colonial form in example, Volvox. Filamentous form in example, Spirogyra. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ യൂണിസെല്ലുലാർ ആൽഗയ്ക്ക് എക്സാമ്പിൾ ക്ലാംഡമോണസ് ക്ലോറല്ല. കൊളോണിയൽ ഫോം ഇൻ എക്സാമ്പിൾ വോൾവോക്സ്. ഫിലമെൻറ്റസ് ഫോം ഇൻ എക്സാമ്പിൾ സ്പൈറോഗൈറ. ദേ ആർ യൂഷ്വലി ഗ്രാസ് ഗ്രീൻ ഡ്യൂ ടു ദ ഡോമിനൻസ് ഓഫ് പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എ ആൻഡ് ബി. അപ്പോൾ സാധാരണ നമുക്കറിയാം സസ്യങ്ങൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ക്ലോറോഫിലാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പച്ച നിറത്തിന് കാരണം ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയുമാണ്. ദ പിഗ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ഡെഫിനിറ്റ് ക്ലോറോപ്ലാസ്റ്റ്. ഇൻ അഡീഷൻ ടു ക്ലോറോഫിൽ, കരോട്ടിനോയിഡ്സ്, സാന്തോഫിൽസ് ആർ ഓൾസോ പ്രസൻറ്റ്. ഇനി ക്ലോറോഫിൽ കൂടാതെ കരോട്ടിനോയിഡ്സ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ സാന്തോഫിൽ, ഇവയും പിഗ്മെൻറ്റ്സ് ആണ്. ഇനി ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പാണ്. The chloroplast may be discoid, plate-like, reticulate, cup-shaped, spiral or ribbon-shaped in different species. അപ്പോൾ ഓരോ സ്പീഷീസിലും ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ് വ്യത്യസ്തമായിരിക്കും. അത് ഡിസ്കോയിഡ് ആവാം, പ്ലേറ്റ് ലൈക്ക് ആവാം, അതുപോലെ റെറ്റിക്കുലേറ്റ്, കപ്പ് ഷേപ്ഡ്, സ്പൈറൽ ഓർ റിബൺ ഷേപ്ഡ് എക്സെട്ര. Most of the members have one or more storage bodies called pyrenoids located in the chloroplast. മിക്കവാറും എല്ലാ മെമ്പേഴ്സിലും 1-2 സ്റ്റോറേജ് ബോഡീസ് ഉണ്ടാവും. സ്റ്റോറേജ് ബോഡീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രോട്ടീനോ സ്റ്റാർച്ചോ ഒക്കെ സംഭരിച്ച് വയ്ക്കുന്ന സ്ട്രക്ചേഴ്സ്, അതിനെയാണ് നമ്മൾ സ്റ്റോറേജ് ബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ, ചിലതിൽ ഒന്നേ കാണുള്ളൂ, ചിലതിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. ആ സ്റ്റോറേജ് ബോഡിയെ വിളിക്കുന്നത് പൈറിനോയിഡ് എന്നാണ്. പൈറിനോയിഡ്. മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഹാവ് 1 or more സ്റ്റോറേജ് ബോഡീസ് കാൾഡ് പൈറിനോയിഡ്സ്. പൈറിനോയിഡ്സ് കണ്ടെയ്ൻ പ്രോട്ടീൻ ആൻഡ് സ്റ്റാർച്ച്. സം ആൽഗെ മേ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. ഇനി ചില ആൽഗകളെന്ന് പറയുന്നത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഓയിൽ ഡ്രോപ്പിൻ്റെ രൂപത്തിലാണ്. Green algae usually have a rigid cell wall made up of an inner layer of cellulose and an outer layer of pectose. ഔട്ടർ ലെയർ എന്ന് പറയുന്നത് പെക്ടോസും ഇന്നർ ലെയർ എന്ന് പറയുന്നത് സെല്ലുലോസും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള റിജിഡ് സെൽ വാൾ ഉണ്ടാവും മിക്കവാറും എല്ലാ ഗ്രീൻ ആൽഗകൾക്കും. ഇനി റീപ്രൊഡക്ഷനാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ യൂഷ്വലി ടേക്സ് പ്ലേസ് ബൈ മീൻസ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് നടക്കുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ മീൻസ് ഓഫ് ഫ്ലജലേറ്റഡ് സൂസ്പോർസ് വിച്ച് ആർ ഫോംഡ് ഇൻ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് കാൾഡ് സൂസ്പെറാഞ്ചിയ.
അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്ലാജലേറ്റഡ് സൂസ്പോഴ്സ് വഴിയാണ് നടക്കുന്നത്. ഫ്ലാജലേറ്റഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്ലാജല ഉള്ളത്, ഫ്ലാജലേറ്റഡ് സൂസ്പോഴ്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സൂസ്പെറാഞ്ചിയ. Then sexual reproduction shows considerable variation in the type and formation of sex cells, and it may be isogamous, anisogamous or oogamous. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ആൽഗകളിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 3 തരത്തിലാണ് നടക്കുന്നത്: ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ് ആൻഡ് ഊഗ്യാമസ്. ഇനി ചില ഗ്രീൻ ആൽഗ, 1-2 ഗ്രീൻ ആൽഗകൾക്ക് എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. ക്ലാമിഡമോണസ്, ഓൾവോക്സ്, യൂളോത്രിക്സ്, സ്പൈറോഗൈറ. നേരത്തെ പറഞ്ഞില്ലേ, യൂണിസെല്ലാർ, അതുപോലെ കൊളോണിയൽ ഫോം, ഫിലമെൻറ്റസ് ഫോം പറഞ്ഞപ്പോൾ എല്ലാ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഗ്രീൻ ആൽഗകൾക്ക് 1-2 എക്സാമ്പിൾ: ക്ലാമിഡമോണസ് ആൻഡ് ഓൾവോക്സ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്ലാസ്, ഫിയോഫൈസിയെ ഓർ brown algae. They are mainly in marine habitats. Phaeophyceae or brown algae are found mainly in marine habitat. കൂടുതലും സമുദ്രജലത്തിലാണ് ഇത് കാണപ്പെടുന്നത്. സൈസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, സിമ്പിൾ സ്ട്രക്ചർ മുതൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിലമെൻറ്റസ് ഫോം വരെ ഇതിനകത്ത് ഉണ്ട്. ദേ ഷോ എ ഗ്രേറ്റ് വേരിയേഷൻ ഇൻ സൈസ് ആൻഡ് ഫോം. ഇപ്പോൾ ബ്രാഞ്ച്ഡ് ആവാം, ഫിലമെൻറ്റസ് ആവാം. ഓക്കെ. ഇനി 100 മീറ്റർ വരെ നീളത്തിൽ വളരുന്ന ആൽഗകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ എക്ടോകാർപ്പസ് എന്ന് പറയുന്ന ഒരു ആൽഗെ, എക്ടോകാർപ്പസ്. ഇനി they possess chlorophyll A, C, carotenoids and xanthophyll. ഗ്രീൻ ആൽഗയിൽ ഏതൊക്കെയായിരുന്നു ക്ലോറോഫിൽ ഏതൊക്കെയായിരുന്നു? എ ആൻഡ് ബി. ഇവിടെ ക്ലോറോഫിൽ എ ആൻഡ് സി, ദെൻ കരോട്ടനോയിഡ്സ് ആൻഡ് സാന്തോഫിൽസ്. ഇനി ഇവയെ നമ്മൾ ബ്രൗൺ ആൽഗെ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കാരണം ഇവ കാണപ്പെടുന്നത് ഒരു ബ്രൗൺ നിറത്തിലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന ഒരു ബ്രൗൺ പിഗ്മെൻ്റാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഫ്യൂക്കോസാന്തിൻ എന്ന ബ്രൗൺ പിഗ്മെൻ്റ് ആണ് ഫിയോഫൈസിയയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതൊരു ബ്രൗൺ അപ്പിയറൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവരെ എന്തെന്ന് വിളിക്കുന്നത്? ബ്രൗൺ ആൽഗെ എന്ന് വിളിക്കുന്നത്. ഇനി ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് മേ ബി ഇൻ ദ ഫോം ഓഫ് ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ഗ്രീൻ ആൽഗയിൽ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റോറേജ് ബോഡീസ്, പൈറിനോയിഡ്സ് എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. അവിടെ പ്രോട്ടീൻ ആകാം, സ്റ്റാർച്ച് ആകാം, ദെൻ ഓയിൽ ഡ്രോപ്പ് ആകാം എന്ന് പറഞ്ഞു. എവിടെ? ഗ്രീൻ ആൽഗയുടെ കാര്യത്തിൽ. ഇവിടെ ബ്രൗൺ ആൽഗെ അല്ലെങ്കിൽ ഫിയോഫൈസിയുടെ കാര്യത്തിൽ ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപത്തിലാണ്, വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. അതിന് പേരുണ്ട്. അപ്പോൾ അതിന് പറയുന്നത് ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. അത് ഓർത്ത് വയ്ക്കണം. ഓക്കെ. The vegetative cells have a cellulosic wall usually covered on the outside by a gelatinous coating of algine. ഇനി നേരത്തെ നമ്മൾ ഗ്രീൻ ആൽഗെ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞില്ലേ ഒരു റിജിഡ് സെൽ വോൾ ഉണ്ട്. അതിൽ ഇന്നർ ലെയർ എന്ന് പറയുന്നത് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചതും ഔട്ടർ ലെയർ എന്ന് പറയുന്നത് പെക്ടൂസ് കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞു. ഇനി ബ്രൗൺ ആൽഗയുടെ കാര്യത്തിൽ സെല്ലുലോസിക് സെൽവോൾ തന്നെ, പക്ഷേ ആ സെല്ലുലോസിക് സെൽവോളിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്? ഒരു ജെലാറ്റിനസ് കോട്ടിംഗ് ഉണ്ട്. അതിനെ ആൽഗീൻ എന്നാണ് വിളിക്കുന്നത്. ആൽഗീൻ. ഇക്കണോമിക് ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ആൽഗീൻ, ബ്രൗൺ ആൽഗയിൽ നിന്ന് കിട്ടുന്ന ആൽഗീൻ, അതുപോലെ റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുന്ന കാരജീൻ, അതിന് രണ്ടിനും കൊമേർഷ്യൽ യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഇനി the plant body is usually attached to a substratum by means of a hold fast.
ഇനി ഈ പ്ലാൻ ബോഡി ഉണ്ടല്ലോ, ആൽഗൽ പ്ലാൻ ബോഡി ഒരു സബ്സ്ട്രേറ്റം മീൻസ് അത് റോക്കോ അല്ലെങ്കിൽ തടി കഷ്ണമോ ഒക്കെ ആകാം. അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ്, അതായത് ഇത് പറ്റി പിടിച്ച് വളരുന്ന ആ സർഫസ്, അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റം എന്ന് പറയുന്നത്. ദ പ്ലാൻ ബോഡി ഈസ് യൂഷ്വലി അറ്റാച്ച്ഡ് ടു ദ സബ്സ്ട്രേറ്റം ബൈ എ ഹോൾഡ് ഫാസ്റ്റ്. ഇത് അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗത്തെ ഹോൾഡ് ഫാസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. എ സ്റ്റെം ലൈക്ക് സ്റ്റൈപ്പ് ആൻഡ് ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് ഓർഗൻ ഫ്രോണ്ട് ആർ ഓൾസോ പ്രസൻറ്റ്. അപ്പോൾ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉപയോഗിച്ചാണ് ഇത് സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യുന്നത്. അതുപോലെ ഒരു സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ, സ്റ്റെം എന്ന് പറയില്ല, പക്ഷേ സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ, അതിനെ സ്റ്റൈപ്പ് എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ ഒരു ഫോട്ടോസിന്തറ്റിക് ഓർഗൻ, സാധാരണ നമുക്കറിയാം പ്ലാന്റ്സിലെ ഫോട്ടോസിന്തറ്റിക് ഓർഗൻ എന്ന് പറയുന്നത് ലീഫാണ്. പക്ഷേ നമുക്ക് ആൽഗയിൽ ലീഫ് എന്ന് പറയാൻ പറ്റില്ല. ലീഫ് ലൈക്ക് സ്ട്രക്ചർ, അതിനെ ഫ്രോണ്ട് എന്നാണ് പറയുന്നത്, ഫ്രോണ്ട്. ഇനി അടുത്തത് റീപ്രൊഡക്ഷനാണ്. ഫിയോഫൈസിയയുടെ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയുടെ റീപ്രൊഡക്ഷനാണ്. ഇവിടെയും 3 തരത്തിലുള്ള റീപ്രൊഡക്ഷനാണുള്ളത്. ഏതൊക്കെ നേരത്തെ പറഞ്ഞില്ലേ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ മീൻസ് ഓഫ് ബൈഫ്ലജലേറ്റ് zoospores. Asexual reproduction takes place by means of biflagellate zoospores. Then sexual reproduction 3 തരത്തിലുണ്ടല്ലോ. Sexual reproduction isogamous, anisogamous and oogamous. Union of gametes may takes place in water or within the oogonium. Oogamous species ആണെങ്കിൽ ഗാമേറ്റ്സിൻ്റെ ഫ്യൂഷൻ നടക്കുന്നത് ഒന്നുകിൽ വെള്ളത്തിലായിരിക്കും അല്ലെങ്കിൽ ഊഗോണിയത്തിനകത്തായിരിക്കും. ഐസോഗ്യാമി ഇൻവോൾവ്സ് എ ഫ്യൂഷൻ ഓഫ് സിമിലർ ഗാമേറ്റ്സ്. അറിയാലോ, സെയിം ഗാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഐസോഗ്യാമി. അതുപോലെ അനൈസോഗ്യാമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ഡിസിമിലർ ഗാമേറ്റ്സ്. ദ ഗാമേറ്റ്സ് ആർ പൈറിഫോം ആൻഡ് ബെയർ 2 laterally attached flagella. ഓർക്കാനുള്ളൊരു പോയിൻ്റാണത്. ദ ഗ്യാമേറ്റ്സ് ആർ പൈറിഫോം. എന്താണ് പൈറിഫോം എന്ന് പറഞ്ഞാൽ? പിയർ ഷേപ്ഡ്. അപ്പോൾ ബ്രൗൺ ആൽഗയുടെ അല്ലെങ്കിൽ ഫിയോഫൈസിയുടെ പ്രത്യേകതയാണിത്. ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് പൈറിഫോം ഷേപ്പിലാണ്, അതായത് പിയർ ഷേപ്പിൽ. ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആൻഡ് ബെയർ 2 laterally attached flagella. ഇനി 2 എക്സാമ്പിൾ കൂടി അറിയുക. എക്ടോകാർപ്പസ്, നേരത്തെ ഞാൻ പറഞ്ഞു തന്നില്ലേ, എക്ടോകാർപ്പസ്, ലാമിനാരിയ ആൻഡ് സർഗാസം ആർ എക്സാമ്പിൾസ് ഓഫ് ഫിയോഫൈസിയെ ഓർ ബ്രൗൺ ആൽഗെ. ഇനി അടുത്ത 3ാമത്തെ ക്ലാസ് റോഡോഫൈസിയെ ഓർ റെഡ് ആൽഗെ. അപ്പോൾ റോഡോഫൈസിയെ ആർ കോമൺലി കാൾഡ് റെഡ് ആൽഗെ ബിക്കോസ് ഓഫ് ദ predominance ഓഫ് റെഡ് പിഗ്മെൻറ്റ് കാൾഡ് ഫൈക്കോ എറിത്രിൻ. ബ്രൗൺ ആൽഗെ നമ്മൾ ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗെ എന്നാണ് വിളിച്ചത്. അതിൻ്റെ കാരണം എന്തായിരുന്നു? ബിക്കോസ് ഓഫ് ദ പ്രിഡോമിനൻസ് ഓഫ് എ ബ്രൗൺ പിഗ്മെൻറ്റ് കാൾഡ് ഫ്യൂക്കോസാന്തിൻ. അതേപോലെ ഇവിടെ റോഡോഫൈസിയയെ റെഡ് ആൽഗെ എന്ന് വിളിക്കാനുള്ള കാരണം അവിടുത്തെ റെഡ് പിഗ്മെൻറ്റിൻ്റെ ഡോമിനൻസ് ആണ്. ആ റെഡ് പിഗ്മെൻറ്റിൻ്റെ പേരെന്താണ്? ഫൈക്കോ എറിത്രിൻ. മെജോറിറ്റി ഓഫ് റെഡ് ആൽഗെ ആർ മെറൈൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലും എന്താണ്? സമുദ്ര ജലത്തിലാണ് കാണപ്പെടുന്നത്. ദ റെഡ് താലൈ ഓഫ് മോസ്റ്റ് ഓഫ് ദ റെഡ് ആൽഗെ ആർ മൾട്ടി സെല്ലുലാർ. ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ആർ ക്ലോറോഫിൽ എ ആൻഡ് ഡി ഇൻ അഡിഷൻ ടു സാന്തോഫിൽ ആൻഡ് കരോട്ടിൻ. ഗ്രീൻ ആൽഗയിൽ ക്ലോറോഫിൽ ഏതൊക്കെയായിരുന്നു? എയും ബിയും. ബ്രൗൺ ആൽഗയിൽ ഏതൊക്കെയായിരുന്നു? എയും സിയും. ഇനി റെഡ് ആൽഗയിൽ ക്ലോറോഫിൽ എയും ഡിയുമാണ്. ഇൻ അഡിഷൻ ടു സാന്തോഫിൽ ആൻഡ് കരോട്ടിൻ. പിന്നെ എന്തുകൊണ്ട്? സാന്തോഫിലും ഉണ്ട്, കരോട്ടിനും ഉണ്ട്. പിന്നെ നമ്മുടെ റെഡ് പിഗ്മെൻ്റായ ഫൈക്കോ എറിത്രിൻ. ഇനി ഇവിടെയും സ്റ്റോറേജ് ബോഡി ഉണ്ട്.
The food is stored as Floridian starch, which is very similar to amylopectin and glycogen in structure. ഇപ്പോൾ ഗ്രീൻ ആൽഗയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു, അവിടുത്തെ സ്റ്റോറേജ് ബോഡിയെ പൈറിനോയിഡ് എന്നാണ് വിളിച്ചത്. അതിലെന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്? പ്രോട്ടീൻ, സ്റ്റാർച്ച്, അതുപോലെ ചിലപ്പോൾ ഓയിൽ ഡ്രോപ്ലെറ്റ്. ഇനി ബ്രൗൺ ആൽഗയിൽ ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ അല്ലേ. ഇനി റെഡ് ആൽഗയിൽ ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്ന് പറയും. ദ ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് വിച്ച് ഈസ് വെരി സിമിലർ ടു അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ ഇൻ സ്ട്രക്ചർ. അപ്പോൾ അമൈലോപെക്റ്റിൻ അതുപോലെ ഗ്ലൈക്കോജൻ അതിൻ്റെ സ്ട്രക്ചറുമായിട്ട് സാമ്യമുള്ള ഒരു വസ്തുവാണ് ഏത്? ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഇനി റീപ്രൊഡക്ഷനാണ്. ദ റെഡ് ആൽഗെ യൂഷ്വലി റീപ്രൊഡ്യൂസ് വെജിറ്റേറ്റീവ്ലി ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ നോൺ മോട്ടൈൽ സ്പോർസ് ആൻഡ് സെക്ഷലി ബൈ നോൺ മോട്ടൈൽ ഗ്യാമേറ്റ്സ്. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നോൺ മോട്ടൈൽ സ്പോർസ് വഴിയും സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നോൺ മോട്ടൈൽ ഗ്യാമേറ്റ്സ് വഴിയുമാണ് നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് സൂഗാമസ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെൻറ്റ് ഈസ് കോംപ്ലെക്സ്. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ആൽഗയുടെ ഡിവിഷൻസ് കഴിഞ്ഞു. ഇനി ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഡിവിഷൻസ് ഓഫ് ആൽഗെ ആൻഡ് ദെയർ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നും പറഞ്ഞ് ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട് ടെക്സ്റ്റിൽ. അപ്പോൾ ആ ടേബിളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം എക്സാമിന് ചോദിക്കുന്നത് ആ ടേബിളാണ്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ വരച്ച് പഠിച്ച് വയ്ക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സ് ആണ്. നമ്മുടെ പ്ലാൻ കിങ്ഡത്തിലെ രണ്ടാമത്തെ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറഡോഫൈറ്റ്, ജിംനോസ്പോംസ് ആൻഡ് ആൻജിയോസ്പോംസ്. ഇത്രയാണ് നമുക്കതിനകത്ത് പഠിക്കാനുള്ളത്. അതിൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സ് ആണ്. ആ ബ്രയോഫൈറ്റുകളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.